ഒരുപാട് തരത്തിലുള്ള ജോബ് തട്ടിപ്പുകളുണ്ട്, അതായത് സ്കാം ആൾക്കാരാണ്. പക്ഷെ ചിലരുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഇരുത്തി അങ്ങ് ഇൻസൾട്ട് ചെയ്ത് വിടുന്ന ആൾക്കാരുണ്ട്. ഉണ്ടാക്കി ഞാൻ വെച്ചിട്ട് ദൈവമേ ഞാൻ ചത്തു പോയിരുന്നു, ഈ നിമിഷം ഞാൻ ഇല്ലാണ്ടായി പോയാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ബെസ്റ്റാണ്, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എനിക്കത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടൽ പോലെ തോന്നും. അങ്ങനെ ഞാൻ അവിടെ ഓരോ ദിവസം കഴിച്ചു കൂട്ടി എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. അത്രയ്ക്കും ഒരു ഭയാനകമായൊരു സ്ഥലമായിരുന്നു അത്. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടും ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. സോ ഓക്കെ, ഇത് തുടങ്ങണമെങ്കിൽ ഞാൻ എവിടെ നിന്ന് തുടങ്ങും, അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ. അത് അത്യാവശ്യം ആൾക്കാർ കണ്ടു, എനിക്ക് കുറച്ചധികം കമൻസും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുന്നത്, ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ചോദിക്കുന്നത്, അങ്ങനെ ഒരുപാട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ജോബ് ചേഞ്ച് പ്രോസസ്സിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്നൊരു വീഡിയോ എടുത്തിടാൻ പറ്റാതെ പോയത്. സോ ഫസ്റ്റ് വൺ വന്നിട്ട്, നമ്മൾ ഇവിടെ ജോബ് ചെയ്യാൻ, നമ്മൾ സ്പെഷ്യലി UAE അല്ലെങ്കിൽ ദുബായിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഇന്ത്യയിൽ ഒരു എക്സ്പീരിയൻസ്, അതായത് ഞാൻ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കാറ്റഗറിയിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ബിക്കോസ് അവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഇവിടെ വന്നിട്ട് അവർക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും കയറാം, അതൊരു കുഴപ്പമില്ല. പക്ഷേ ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ UAE വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാന്നറിയോ, നമ്മൾ അവിടെ ചെയ്ത കാര്യം അവിടെ അങ്ങ് മറക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഫ്രഷറിനെ പോലെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നാട്ടിൽ എന്തൊക്കെ മരമറിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും ആരും കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ ചിലപ്പം ഒരു സീനിയർ പൊസിഷനിലൊക്കെ ആയിരിക്കാം ഇന്ത്യയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസും സീനിയോറിറ്റിയും വെച്ച് നമ്മൾ ഒരിക്കലും ഇവിടെ വന്ന് ജോബ് സെർച്ച് ചെയ്യാൻ പോവരുത്. ഒരു കാര്യമില്ല, കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ തന്നെ മറന്നിട്ട്, അത് മറക്കുക ഇൻ ദ സെൻസ് അത് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ജോബ് ഫൈൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവരത് കൺസിഡർ ചെയ്യത്തേ ഇല്ല. ഫസ്റ്റായിട്ട് അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, UAE എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ നമ്മളെ ഒരു ഫ്രഷറായിട്ടാണ് കണക്കാക്കുക. ഈവൻ ഇഫ് യു ഹാവ് ഇനഫ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ, ദേ വിൽ നോട്ട് കൺസിഡർ ഇറ്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വാണ്ട് ടു ഷെയർ. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട്, എനിക്ക് തന്നെ ഒരു 2.5 years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവരതെനിക്ക് ഫ്രഷറായിട്ടാണ് കൺസിഡർ ചെയ്തത്. കാരണം ഇവിടുത്തെ മാർക്കറ്റ് ഡിഫറെൻ്റ് ആണ്, ഇൻഡസ്ട്രീസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ വേറൊരു തെറ്റും അല്ലെങ്കിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്ത റോളിൽ തന്നെ എനിക്ക് ജോബ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നാൽ ചിലപ്പോൾ ജോബ് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അക്കൗണ്ട്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ചെന്ന് HR അല്ലെങ്കിൽ മാർക്കറ്റിംഗിലോ ജോയിൻ ചെയ്യാൻ പറ്റില്ല, സത്യമാണ്. സോ അക്കൗണ്ട്സിൽ തന്നെ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡെസിഗ്നേഷൻ തന്നെ കിട്ടിയേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇത് ആണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ക്വാളിഫിക്കേഷൻ. നമുക്ക് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഞാൻ പറയാണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള ഒരു അവരുടെ ഒരു മൈൻഡിൽ ആ ഒരു പാക്കേജും ആ ഒരു ഡെസിഗ്നേഷനും അവരുടെ മൈൻഡിലുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ ഇത്രയും അധികം എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാറാൻ പോകുന്നില്ല. ഇൻ കേസ് ഇഫ് യു ആർ എ ഫ്രഷർ, ഐ എം സെയിങ്. ഓക്കെ, അപ്പോൾ അല്ല, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നിങ്ങളിവിടെ ഒരു മോർ ആൻഡ് ലെസ് ഒരു അനലിസ്റ്റ് ആയിട്ടായിരിക്കും ആദ്യം കയറാൻ പോവുക. അതിനുശേഷം നിങ്ങളുടെ സ്കില്ലനുസരിച്ചിരിക്കും അപ്ഗ്രഡേഷനും പ്രൊമോഷനും ഒക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ അവിടുത്തെ എക്സ്പീരിയൻസും നമ്മൾ അവിടെ പുലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ മാർക്കറ്റും ഇവിടുത്തെ രീതിക്ക് അനുസരിച്ച് മാത്രമേ ഇവിടെ ജോബിൽ നമുക്ക് അപ്ഗ്രഡേഷനൊക്കെ കിട്ടുള്ളൂ. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, എക്സൽ എക്സ്പീരിയൻസോ അതൊക്കെ കൗണ്ട് ചെയ്യും. പക്ഷെ അതല്ലാതെ നമ്മളിപ്പോൾ ഒരു സീനിയർ പൊസിഷനിലായിരുന്നു എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് സീനിയർ പൊസിഷൻ തരണമെന്ന് ചോദിച്ച് വാശി പിടിച്ചിരുന്നാൽ നമുക്ക് അവിടെ വാശി പിടിച്ചിരിക്കാനേ പറ്റുള്ളൂ, നടക്കാൻ പോകുന്നില്ല. ഓക്കെ,
സോ അതാണ് ഫസ്റ്റത്തെ കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് വേണം അല്ലെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷൻ വേണം എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവർ വരെ ഇവിടെ അക്കൗണ്ട്സിലും അതിലും ഇതിലൊക്കെ ജോബ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ കാരണം എൻ്റെ അത്രയും പോലും ക്വാളിഫിക്കേഷൻസും ഒന്നും ഇല്ലാത്ത ആൾക്കാർ എന്നെക്കാളും കൂടുതൽ സാലറിയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് വെയർ യു ആർ വർക്കിംഗ് ഇൻ. അപ്പോൾ പിന്നെ അടുത്ത ഞാൻ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനിമം ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടും. സോ ഇപ്പോൾ ഒരു PG ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു PG എങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. അതുപോലെ ഒരു PGയും പിന്നെ എന്തെങ്കിലും ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു അഡീഷണൽ ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക്. അപ്പോൾ സോ ബെറ്റർ ഹാവ് എ PG ആൻഡ് ദെൻ കം, സോ ദാറ്റ് ബിക്കോസ് നമ്മളൊന്ന് ജോബിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആർക്കും ഉണ്ടാവില്ല. സോ അത് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തിയാടി, എനിക്കറിയാം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളവരായിരിക്കും മെയിനായിട്ട് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ മൂവ് ചെയ്ത് വരിക. അപ്പം പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യയിലൊന്ന് ജോബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും, എന്തൊക്കെയാണ് നമുക്ക് ഒരു ജോബിൽ വേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ വർക്ക് ചെയ്തിട്ട് വന്നാൽ നമുക്കൊരു കമ്പനി എന്താണ് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് ആൾക്കാരുടെ ഒരു ബിഹേവിയർ എല്ലാം നമുക്ക് മനസ്സിലാകും. ഓക്കെ, അല്ല ഒരു ഫ്രഷറായിട്ട് വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്ലേസിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഇപ്പോൾ MNCസിലെയൊക്കെ പോലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കില്ല എല്ലാം, ബിക്കോസ് പലതരത്തിലുള്ള കമ്പനീസ് ഉണ്ട് ഇവിടെ. ഇൻഡസ്ട്രി വേറെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ലൈക്ക് നമുക്ക് ഇപ്പം നാട്ടിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് മെയിൻലി IT കൺസൾട്ടൻസും സർവീസസും ഒക്കെയാണ് കൂടുതൽ. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻഡസ്ട്രീസ് എല്ലാം വൈഡ് വെറൈറ്റീസ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് ഇവിടെ. മെയിൻലി ലോജിസ്റ്റിക്സ്, സപ്ലൈ, പിന്നെ ടാക്സ്, അതായത് മറ്റേ അസോസിയേറ്റ്സ് കൺസൾട്ടൻസ് ഒക്കെ ഉണ്ടല്ലോ, ടാക്സ് കൺസൾട്ടൻസീസ്, അതുണ്ട് കുറേ. പിന്നെ കുറേ റിയൽ എസ്റ്റേറ്റ് ആണ് ഇവിടെ ബൂം നിൽക്കുന്നൊരു സംഭവം. അപ്പം റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഡെവലപ്പേഴ്സ്, മെയിനായിട്ട് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്. അപ്പം നാട്ടിലത്തെ ഒരു എന്താ പറയുക എംപ്ലോയ്മെൻറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. കൾച്ചർ ഓൾസോ ഇസ് ഡിഫറെൻറ്റ്, വർക്ക് കൾച്ചർ. ബിക്കോസ് ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ ദ വർക്ക് കൾച്ചർ ഇസ് ഡിഫറെൻറ്റ്. അത് ഡിഫറെൻ്റ് ആണ്. പിന്നെ എല്ലായിടത്തും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട്. സോ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അതാണത്. പിന്നെ എന്തൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ലിങ്ക്ഡിൻ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നൊരു സംഭവം. ലിങ്ക്ഡിൻ, പിന്നെ നൗക്കറി ഗൾഫ്, പിന്നെ ഇൻഡീഡ്, പിന്നെ ഡൂബിസിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോക്കൽ ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. സോ ഇത്രയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം മെയിനായിട്ട്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലിങ്ക്ഡിൻ അല്ലെങ്കിൽ നൗക്കറി ഗൾഫിലൊക്കെയാണ് ഞാൻ കൂടുതൽ ജോബ് സെർച്ച് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, റെഫറൽ ത്രൂ ജോബ്സ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, കിട്ടും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ജോബ് സെർച്ച് പോർട്ടൽസിൽ കയറി സെർച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം. കാരണം നമ്മളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പേഴ്സൺ നമുക്ക് വാക്ക് തന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോവുകയുള്ളൂ. അപ്പോൾ അതിന് പകരം പാരലലായിട്ട് ജോബ് സെർച്ചും പോർട്ടൽസ് ത്രൂവും ചെയ്യുക. റെഫറൽസ് ഉണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യുക. പക്ഷെ ഐ വിൽ നോട്ട് സേ നമുക്ക് റെഫറലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും പിന്നെ ആ സമയത്ത് അവരുടെ കമ്പനിയിൽ ഓപ്പണിങ്സും അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റെഫറൽസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോർട്ടൽ വൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ്സ് ഉള്ളപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഓപ്പണിങ്ങിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്താൽ HR നമ്മളെ കോൺടാക്ട് ചെയ്യും. പിന്നെ എല്ലാവരും തന്നെ അപ്പം തന്നെ കോൺടാക്ട് ചെയ്യണമെന്നില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള പ്രൊഫൈൽ കാണുമ്പോഴാണ് അവർ കോൺടാക്ട് ചെയ്യുക. സോ മെയിനായിട്ട് ഞാൻ പറയുക ഒരു റെഫറലിൽ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ ജോബ് സെർച്ച് പോർട്ടൽസും ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇതുവരെ ഞാൻ ജോബ് എടുത്തിട്ടുള്ളതൊക്കെയും തന്നെ ലിങ്ക്ഡിനിൽ കൂടെ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കോൾസ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഒരുപാട് തരത്തിലുള്ള ജോബ് തട്ടിപ്പുകളുണ്ട്, അതായത് സ്കാം. ഓക്കെ, എൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനൊരിടത്തൊരു ജോബിന് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതൊരു കൺസൾട്ടൻസി ആയിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു.
അത് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്താണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര എമൗണ്ട് അവർക്ക് പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ ഈ ജോബ് വാങ്ങിത്തരാം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യുനോ നമ്മളതിൽ വീണിട്ട് നമ്മൾ പൈസ ഒക്കെ കൊടുക്കും. പിന്നെ അത് അവർ പൈസയും കൊണ്ട് പോകും. പിന്നെ നമുക്ക് ജോബും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അവർ സർട്ടിഫിക്കറ്റ്സും പാസ്പോർട്ടും ഒക്കെ ചോദിക്കും, അതൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും കാണില്ല. അപ്പം അതുപോലത്തെ ഉള്ള തട്ടിപ്പുകളിലൊക്കെ ചെന്ന് വീഴാതിരിക്കുക. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻസ് ബേസ്ഡ് ഓൺ കമ്പനീസ്. ഇപ്പം ചില കമ്പനികളാണെങ്കിൽ ഒന്നും ചോദിക്കത്തില്ല, നമ്മളെക്കുറിച്ച് ചോദിക്കും, നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കും, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും, എന്തൊക്കെ ഹാൻഡ്സ് ഓൺ ടൂൾസ് നമുക്ക് അറിയാമെന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പോകുന്ന ഇൻ്റർവ്യൂസ് ഉണ്ട്. പിന്നെ ചിലതുണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. അതായത് റിട്ടൺ എക്സാം കാണും. ചില കമ്പനീസിലൊക്കെ റിട്ടൺ എക്സാംസ് ഉണ്ട്. അപ്പോൾ റിട്ടൺ എക്സാംസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടുവിലും ഡിഗ്രിയിലും ഒക്കെ പഠിച്ച മറ്റേ ഫുൾ അക്കൗണ്ട്സ് ചോദ്യങ്ങളായിരിക്കും കാണുക. അപ്പോൾ അങ്ങനത്തെ ഇൻ്റർവ്യൂസും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ തരത്തിലും ഒന്ന് പ്രിപ്പയർ ആയി പോകുന്നതായിരിക്കും നല്ലത്. കാരണം ചിലയിടത്ത് തിയറി മാത്രം ചോദിക്കും, ചിലയിടത്ത് പ്രാക്ടിക്കലും ചോദിക്കും, അങ്ങനെയുണ്ട്. ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുക, ചില നല്ല ഓപ്പൺ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്കാരാണ്. പക്ഷെ ചിലരുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഇരുത്തി അങ്ങ് ഇൻസൾട്ട് ചെയ്ത് വിടുന്ന ആൾക്കാരുണ്ട്. ഇല്ലെന്നല്ല, ഞാൻ റീസെൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു ഇൻ്റർവ്യൂവർ അങ്ങനെയായിരുന്നു. ലൈക്ക് പുള്ളി നമ്മളെ അങ്ങ് ഇല്ലാണ്ടാക്കി. ഞാൻ വെച്ചിട്ട് ദൈവമേ ഞാൻ ചത്തു പോയിരുന്നു, ഈ നിമിഷം ഞാൻ ഇല്ലാണ്ടായി പോയാൽ മതിയായിരുന്നു. അങ്ങനെ വരെ എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള കുറേ ഇൻ്റർവ്യൂവേഴ്സും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിച്ചു. അപ്പോൾ സ്പോട്ടിൽ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ഇത് ഇങ്ങനെ നമ്മളെ ഫയർ ചെയ്ത് നിർത്തുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ആ പുള്ളിയുടെ. ഒട്ടും തന്നെ പ്ലസന്റ് അല്ല, നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് നിർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫുൾ കോൺഫിഡൻസും പോയി, ഞാൻ ഫുൾ നെർവസ് ആയിപ്പോയി, ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ അയാൾ കുറേ ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു. എനിക്കറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ കൂടി എനിക്ക് ആ പുള്ളിയുടെ ഫേസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫുൾ മറന്നു, എൻ്റെ ഫുൾ റിലേ അടിച്ചു പോയി. എന്നിട്ട് ഞാൻ ഒന്നും പറയാതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അയാൾ എന്നെ പുച്ഛിച്ചു, അത് തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ബെസ്റ്റാണ്, നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ലെവലിൽ സംസാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. കാരണം ഇതുപോലെ ബോധമില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അവരുടെ സംസാരം കേട്ടിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യരുത്. ബിക്കോസ് യു നോ വാട്ട് യു ആർ. നിങ്ങളുടെ ക്യാപ്പബിലിറ്റീസ് നിങ്ങൾക്കാണ് അറിയാവുന്നത്. അപ്പോൾ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ പ്രോപ്പറായിട്ട് ആൻസേഴ്സ് തരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ നമുക്ക് ഒഫൻഡഡ് ആയിട്ട് തോന്നുമ്പോൾ നമുക്കൊരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല. സെയിം എക്സാം ഹാളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് അറിയാവുന്ന വരെ നമുക്ക് എഴുതാൻ പറ്റാണ്ടായിപ്പോൾ സെയിം സിറ്റുവേഷൻ നമുക്ക് വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു 10 ഇൻ്റർവ്യൂസ് ഫെയിൽ ആവുകയാണെങ്കിൽ 11ാമത്തെ ചിലപ്പോൾ കിട്ടുമായിരിക്കാം, ഹൂ നോസ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ആൾക്കാർ നമ്മളെ അങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പിന്നെ രണ്ടാമത് വേറൊരു എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. ഇത് മെയിൻലി ഈ ഒരു എന്താ പറയുക, ഒരു ഇന്ത്യൻ മാനേജ്മെൻറ്റിലാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഒരു ലേഡി ആയിരുന്നു. ആ പുള്ളിക്കാരി മാനേജറൊന്നും അല്ല, ഷീസ് ജസ്റ്റ് എ സീനിയർ അക്കൗണ്ടൻറ്റ് ഓവർ ദർ. പക്ഷേ ഇൻ്റർവ്യൂ പാനലിൽ ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു റീസെൻ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് ഫീൽഡിലേക്ക് വന്നിട്ടുള്ളൊരു ആളായിരുന്നു. അപ്പോൾ അവർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ കുറേ വർക്ക് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാധിക്കും. ഞാൻ പറഞ്ഞു ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയില്ലല്ലോ. ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പോൾ അവർ എന്നെ വീണ്ടും ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യായിരുന്നു. അതായത് ഇതിപ്പോൾ കുറേ എൻറ്റിറ്റീസിൻ്റെ വർക്ക് ഉണ്ട്, ഇതൊരു 6-7 മാസമായിട്ട് പെൻഡിങ് കിടക്കുകയാണ്, എനിക്ക് ഇത് ഫുൾ ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടത്, ഇതാണെന്ന് പറഞ്ഞ് ഭയങ്കര ആറ്റിറ്റ്യൂഡായിട്ട് സംസാരിക്കുകയായിരുന്നു പുള്ളിക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു കെനോ നമ്മുടെ എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ ടീംമേറ്റ്സിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കിനും അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞു എന്തിനാ നിനക്ക് ടീംമേറ്റ്സിനെ കുറിച്ചൊക്കെ അറിയേണ്ട ആവശ്യം എന്താ, നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ, നിനക്ക് ആ കഴിവില്ലേ ഒറ്റയ്ക്ക് ചെയ്യാൻ, അങ്ങനെ നമ്മളോട് ചോദിച്ചു. അതായത് ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഇൻ്റർവ്യൂവർ നമ്മുടെ സകല ഹിസ്റ്ററി അവർ ചോദിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്നുള്ളതിൽ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നമ്മുടെ ഫുൾ ചരിത്രം അവർക്കറിയണം. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് കമ്പനീനെ കുറിച്ചാണ്, നമ്മൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ല ചോദിക്കുന്നത്. നമ്മൾക്കത് അറിയാനുള്ള അവകാശമുണ്ട്. ഒരു കമ്പനി എങ്ങനെയാണ്, അതിൻ്റെ ടേൺ ഓവർ, അതിപ്പം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കമ്പനി പൂട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ നമ്മൾ ആ ടീമിൽ ആരൊക്കെയാണ്, നമ്മൾ ഏത് ടീമിലാണ്. ആ പുള്ളിക്കാരി ഭയങ്കര ഒഫൻഡായി. എന്നിട്ട്
അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ കറണ്ട് സാലറി എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ സാലറി ഇത്രയാണ്. അപ്പോൾ അത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് സത്യമായിട്ട് നിങ്ങൾക്ക് ഇത്രയും സാലറി ഉണ്ടോ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവർ. അപ്പം ഞാൻ വിചാരിച്ചു മൈ ഗോഡ്, ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചറാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അപ്പം തന്നെ പാക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു ഫൈൻ, താങ്ക് യു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ട്. അപ്പം എപ്പോഴും നിങ്ങളൊരു ജോബ് അന്വേഷിച്ച് വരുമ്പോൾ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് കൂളായി കാണുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് നിങ്ങൾ ഒരിക്കലും വരരുത്. എല്ലാ തരത്തിലുള്ള മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരുണ്ട്, എല്ലാ ടോക്സിസിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. സോ എല്ലാ ഇൻ്റർവ്യൂസും സ്മൂത്ത് ആയിരിക്കണം എന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം വളരെ നന്നായിട്ട് നമുക്ക് ടൈം തരുന്നതും വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്തിരിക്കുന്ന ഓഫീസിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവർ എത്ര പ്ലീസിങ് ആയിട്ടും എത്ര പ്ലസൻ്റ് ആയിട്ടാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തതെന്ന് വെച്ചാൽ ഐ ഗിവ് ദം ഹ്യൂജ് റെസ്പെക്ട് ഫോർ വാട്ട് ദേ ഹാവ് ഡിഡ്. ലൈക്ക് അവരൊരു വലിയ ഗ്രൂപ്പാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു റിവീൽ ദ നെയിം, പക്ഷേ ഇറ്റ്സ് എ വെരി ബിഗ് ഗ്രൂപ്പ് ഇൻ UAE. അപ്പോൾ ആ ഒരു കമ്പനിയിലുള്ള ആൾക്കാർ ചെയ്യുന്ന അത്രയും ഒരു റെസ്പെക്റ്റ് ആണെങ്കിലും ഒരു നമുക്ക് തരുന്നൊരു കൺസിഡറേഷൻ ആണെങ്കിലും ഒന്നും തന്നെ ഈ ഒരു ആൾക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ 10-1 പോലും ഇവരാരും ഇല്ല. എന്നിട്ട് പോലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും എന്താ ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, വർക്ക് കൾച്ചർ ഡിഫേഴ്സ് ഫ്രം കമ്പനി ടു കമ്പനി. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വൺസ് നമ്മൾ കയറിപ്പോയാൽ പിന്നെ അത് നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. അതായിരുന്നു എൻ്റെ പഴയ കമ്പനിയിലെ എൻ്റെ അവസ്ഥ. വർക്ക് കൾച്ചർ ഒട്ടും ശരിയല്ലായിരുന്നു അവിടുത്തെ. അപ്പോൾ എനിക്കത് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. ഫോർ വാട്ട്സോ എവർ റീസൺ ഇറ്റ് മൈറ്റ് ബി, ബട്ട് എനിക്കത് വർക്കൗട്ട് ആയില്ല. ആൾക്കാരുടെ സംസാരവും രീതിയും ആറ്റിറ്റ്യൂഡും എനിക്കത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടൽ പോലെ തോന്നും. ഞാൻ അവിടെ ഭയങ്കര ശ്വാസം മുട്ടിയായിരുന്നു നിന്നത്. എങ്ങനെ ഞാൻ അവിടെ ഓരോ ദിവസം കഴിച്ചു കൂട്ടിയെന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. അത്രയ്ക്കും ഒരു ഭയാനകമായൊരു സ്ഥലമായിരുന്നു അത്. ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് വന്നു. വേറൊരു നല്ലൊരു സ്ഥലത്ത് ഞാൻ കയറി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. കാരണം എനിക്കത് എങ്ങനെ പറഞ്ഞോണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേസ് ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് മച്ച് അബൌട്ട് ഇറ്റ്. കാരണം അത് അത്രയ്ക്കും നമുക്കൊരുപാട് ബാഡ് എന്താ പറയുക കാര്യങ്ങൾ അവിടെ നിന്ന് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോയ കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഒരിക്കലും ആ ഒരു സ്ഥലത്തിന് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു എന്താ പറയുക ഗുഡ് റെക്കോർഡ്സിൽ അതിനൊരിക്കലും കയറാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ അതുപോലെ ഞാൻ അവിടെ സ്ട്രഗിൾ ചെയ്തിരുന്നു. എനിവേസ് അതൊക്കെ പോട്ടെ. അപ്പം ഇതാണ് ഞാൻ പറയുന്നത്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള വർക്ക് കൾച്ചറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയൊരു സ്ഥലത്ത് കയറാൻ. പിന്നെ സാലറിയുടെ കാര്യം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. സാലറി നമുക്ക് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ കമ്പനിയുടെ ബഡ്ജറ്റ് പോലെ ഇരിക്കും. ചില കമ്പനിയിൽ നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നല്ല സാലറി കിട്ടും, ചിലടത്ത് ലോ ആയിരിക്കും, അപ്പോൾ ലോ സാലറി ആയിരിക്കും, ചിലടത്ത് നോർമൽ ആണെങ്കിൽ നോർമൽ കിട്ടും. പിന്നെ നമുക്ക് ഒരിക്കലും ഇത്രയും വേണം എന്ന് പറഞ്ഞാൽ അവർ അത്ര തരും എന്നൊരിക്കലും വിചാരിക്കേണ്ട. ഇല്ല, അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിൻ്റെ ബേസിലാണ് കിട്ടുക. അപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന ഒരു റേറ്റ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും കിട്ടുക. ചില കമ്പനിയിൽ അതിലും കൂടുതൽ തന്നെ നമുക്ക് കിട്ടും, ചിലയിടത്ത് കുറവായിരിക്കും. പിന്നെ എവറി ഇയർ ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് എവറി ഇയർ ഇൻക്രിമെൻ്റ് എന്നുള്ളത് നമുക്ക് കമ്പൽസറി ആയിട്ട് എല്ലാ കമ്പനിയിലും തരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ട്വൈസ് ഇൻ എ ഇയർ അങ്ങനെയൊക്കെ കമ്പൽസറി ആയിട്ട് നമുക്ക് ഇൻക്രിമെൻറ്റ് സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. അപ്പോൾ 1 in 2 years അങ്ങനെ എന്തൊക്കെയാണ് എല്ലാ കമ്പനികളും, ഒട്ടുമിക്ക കമ്പനീസൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് അടുത്ത കാര്യം. അപ്പോൾ ഇതൊക്കെയാണ്, ഞാൻ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്യാം. സോ ഇതൊക്കെയാണ് ഗൈസ്. ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ജോബ് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ് ഫോർ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.